കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ പിഴ അടച്ചത് എം.ജി. ശ്രീകുമാർ ആണെങ്കിലും മാലിന്യം വലിച്ചെറിഞ്ഞത് ഗായകൻ അല്ല. എം.ജി. ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമാണെങ്കിലും ആരാണ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. വീട്ടുജോലിക്കാരിയാണ് മാലിന്യം വലിച്ചെറിഞ്ഞതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്തായാലും പിഴ ഗായകൻ അടച്ചു. 6 മാസം മുൻപ് നടന്ന സംഭവത്തിലാണ് നടപടി. എറണാകുളം ജില്ലയിലെ മുളവുകാട് പഞ്ചായത്ത് അധികൃതർ 25,000 രൂപ പിഴ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ഗായകൻ പിഴയൊടുക്കുകയായിരുന്നു. എം.ജി. ശ്രീകുമാറിന് പിഴ നോട്ടീസ് നൽകിയതിന് പിന്നാലെ യാതൊരു തർക്കവും കൂടാതെ പിഴ അടച്ചുവെന്ന് മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. അക്ബർ പറഞ്ഞു. വീട്ടുജോലിക്കാരിയാണ് മാലിന്യം വലിച്ചെറിഞ്ഞത്. എം.ജി. ശ്രീകുമാർ ആ സമയം വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തേക്കാണ് പരാതി ചെന്നത്. അവിടെ നിന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്തിലേക്ക് എത്തി. ഉടൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണത്തിന് ഒടുവിൽ 25,000 രൂപ പിഴ ചുമത്തി. 50,000 വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന സന്ദേശം നൽകലാണ് പിഴ ചുമത്തിയതിലൂടെ ചെയ്തത്. തർക്കത്തിന് മുതിരാതെ എം.ജി. ശ്രീകുമാർ പൈസ അടച്ചു. അവരുടെ വീട്ടിൽ കർമ്മസേനയ്ക്ക് പൈസ നൽകുന്നില്ല എന്ന പരാതിയുണ്ട്. അതും ഗുരുതരമായ കുറ്റമാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വിഷയത്തിൽ എം.ജി. ശ്രീകുമാർ പ്രതികരിച്ചിട്ടില്ല. എം.ജി. ശ്രീകുമാർ കൊച്ചി കായലിലേക്ക് മാലിന്യം എറിഞ്ഞതിന് പിഴ അടച്ചുവെന്ന തരത്തിലാണ് ഇന്ന് വാർത്തകളെത്തിയത്. കൊച്ചി കായൽക്കരയിലാണ് ശ്രീകുമാറിന്റെ വീടെന്നും എല്ലാവർക്കും അറിയാം. സംഗീത പരിപാടികളിൽ സജീവമാകാനാണ് തിരുവനന്തപുരത്ത് നിന്ന് കുടുംബസമേതം അങ്ങോട്ട് പോയത്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് മാലിന്യം എറിഞ്ഞത് എം.ജി. ശ്രീകുമാർ ആണെന്ന പ്രതീതിയുണ്ടായി. എന്നാൽ വീട്ടിൽ ശ്രീകുമാർ ഇല്ലാത്ത സമയത്താണ് ഇതുണ്ടായതെന്നാണ് വസ്തുത. പക്ഷെ പരാതി എത്തിയപ്പോൾ വീട് തന്റേതായതുകൊണ്ട് തന്നെ ശ്രീകുമാർ പിഴ സ്വന്തം കയ്യിൽ നിന്ന് അടയ്ക്കുകയായിരുന്നു. എം.ജി. ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നും കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ വിനോദസഞ്ചാരി മന്ത്രി എം.പി. രാജേഷിനെ ടാഗ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. മന്ത്രി എം.പി. രാജേഷിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തെ പറ്റിയുള്ള അഭിമുഖം കണ്ടതിനു ശേഷമാണ് യുവാവ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള 9446700800 എന്ന സർക്കാരിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് തെളിവ് സഹിതം പരാതി നൽകാൻ ആവശ്യപ്പെട്ടു. അന്വേഷണം നടത്താൻ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശം മുളവുകാട് പഞ്ചായത്ത് അധികൃതർക്ക് കിട്ടി. ദൃശ്യവും സമയവും ദിവസവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതർ നടപടികളിലേക്ക് കടന്നു. ഗായകൻ പിഴ അടച്ചു കഴിയുമ്പോൾ തെളിവ് സഹിതം പരാതി നൽകിയ ആൾക്ക് പാരിതോഷികം ലഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി നസീം എം.പിയാണ് പരാതിക്കാരൻ. 6-7 മാസം മുൻപ് പകർത്തിയ ദൃശ്യമാണ് ഇത്. ബോട്ടിന്റെ ഡ്രൈവറാണ് എം.ജി. ശ്രീകുമാറിന്റെ വീടാണെന്ന് അറിയിച്ചത്. ഇതോടെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു. അപ്പോഴാണ് മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഗ്യാലറിയിൽ ഈ വീഡിയോ ഉണ്ടായിരുന്നുവെങ്കിലും പോസ്റ്റ് ചെയ്തിരുന്നില്ല. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എം.പി. രാജേഷ് സാറിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹത്തെ ടാഗ് ചെയ്തുകൊണ്ട് ദൃശ്യങ്ങൾ പങ്കുവച്ചത്. എപ്പോൾ കിട്ടും എന്റെ 25,000 എന്ന തരത്തിലായിരുന്നു ക്യാപ്ഷൻ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടി. വാട്സാപ്പിൽ പരാതി അയച്ചെങ്കിലും അതിൽ ഫോട്ടോ നൽകാൻ മാത്രമേ സാധിക്കൂ. വീഡിയോ ആണ് വൈറലായത്. നസീം വിശദീകരിക്കുകയായിരുന്നു.